പ്രിയപ്പെട്ടവരെ, രാഷ്ട്രീയത്തിൽ പല രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. രാഷ്ട്രീയത്തിൽ തന്നെ നമ്മൾ പിന്നെ ആരോഗ്യകരമായിട്ടുള്ള വിമർശനങ്ങളുണ്ടാവും, പരസ്പരം എന്നാൽ രൂക്ഷമായി വിമർശിക്കേണ്ടവരെ. കാരണം അങ്ങേയറ്റം കൊള്ളരുതായ്മ കാണിക്കുന്നവർ, അക്രമകാരികളായിട്ടുള്ള ആളുകളുടെ അടുത്ത് ഗുണ്ടായിസം കാണിക്കുന്നവർ, വലിയ അഴിമതികൾ നടത്തുന്നവർ, സാധാരണക്കാരെ പുച്ഛിക്കുന്നവരൊക്കെ നമ്മൾ നന്നായി അറ്റാക്ക് ചെയ്യാറുണ്ട്. അതിൽ യാതൊരു സംശയമൊന്നുമില്ല. പക്ഷേ ഈ ABVPയുടെ ഭാഗമായിട്ട്, BJPയുടെ ഭാഗമായിട്ട് ഇപ്പോൾ അടുത്ത കാലത്ത് വന്നിട്ടുള്ളൊരു പെൺകുട്ടിയുണ്ട്. വർത്തമാനം കുറച്ച് പറയാനറിയാം. കാലടി, ഇപ്പം എനിക്ക് അവളുടെ പേരറിയില്ല. കാലടിയിൽ പിന്നെ സംസ്കൃത കോളേജിലോ മറ്റുമാണ് പഠിക്കുന്നത്. വെറുതെ ഷോ ഓഫാണ്, ആളാവാൻ വേണ്ടിയിട്ടുള്ള, ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി എന്ത് തോന്നിയ ദിവസം പിടിച്ച് പറയാന്നുള്ള രീതിയിലാണ്. ആ കുട്ടി ഈ ആദ്യം അവളുടെ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. വെറും പിന്നെ വായിക്കൊള്ളാത്ത വലിയ വർത്താനേ പറയുള്ളൂ. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അയാൾ നരകിച്ച് തന്നെ മരിക്കുള്ളൂ. കോടിയേരി ബാലകൃഷ്ണൻ നരകിച്ച് മരിച്ച പോലെ തന്നെ പിണറായി നരകിച്ചു. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അയാൾ നരകിച്ച് തന്നെ മരിക്കുള്ളൂ. കോടിയേരി ബാലകൃഷ്ണൻ നരകിച്ച് മരിച്ച പോലെ തന്നെ പിണറായി നരകിച്ചു. അതിനെ ആലോചിച്ചു നോക്കുക. ആരെക്കുറിച്ചാവട്ടെ, നരേന്ദ്രമോദിയെക്കുറിച്ചാവട്ടെ, അമിത്ഷായെ കുറിച്ചാവട്ടെ, BD സതീഷിനെയോ KC വേണുഗോപാലിനെയോ രാഹുൽ ഗാന്ധിയെയോ സോണിയാഗാന്ധിയെയോ പാണക്കാട് തങ്ങളെയോ രമേശ് ചെന്നിത്തലയോ പിണറായി വിജയനെയോ അല്ലെങ്കിൽ ബാക്കി മന്ത്രിമാരെയോ MP ഗോവിന്ദൻ മാഷിയോ MA ബേബിയെയോ CPIയുടെ നേതാക്കന്മാരെയോ അങ്ങനെ ആരെയും ഇങ്ങനെ പറയാൻ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരനെ ഞാൻ. രാഷ്ട്രീയ നേതാക്കന്മാരെ നരേന്ദ്രമോദി അറിയിച്ചാവൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇഷ്ടമാവുമോ? അവർക്ക് ഇഷ്ടമാവുമായിരിക്കും, അവർക്കൊന്നും കുഴപ്പമുണ്ടാവില്ലായിരിക്കും. അവിടെ നന്ന അറിയിച്ചാവൂന്ന് പറഞ്ഞാൽ അവർക്ക് പറ്റുമോ? കോടിയേരി ബാലകൃഷ്ണൻ നരകിച്ച് മരിച്ചതുപോലെ എന്നുകൂടി പറയാമെന്ന് പറഞ്ഞാൽ ഇവിടെ നരകിച്ച് മരിച്ച ഒരുപാട് മനുഷ്യരുണ്ടേ. വയനാട്ടിലും കവളപ്പാറയിലുമൊക്കെ നരകിച്ച് മരിച്ച മനുഷ്യരുണ്ട്. ആക്സിഡൻറ്റുകൾ പറ്റി ഇപ്പോഴും കിടക്കപ്പായയിൽ കിടക്കുന്ന തളർന്നു കിടക്കുന്ന മനുഷ്യരുണ്ട്. അവരെയൊക്കെ നിന്ദിക്കല്ലേ ചെയ്യുന്നത്. അപ്പം നരകിച്ചും യാതന അനുഭവിച്ചും മഹാരോഗം വന്ന് മരിക്കുന്നവരും എല്ലാം വൃത്തികെട്ടവരാണ് എന്നാണ് ഈ പെൺകുട്ടി പറഞ്ഞു വെക്കുന്നത്. അർബുദ രോഗത്തിൻ്റെ തീക്ഷ്ണത അനുഭവിക്കുന്ന 10,000-കണക്കിന് മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട്. കിടപ്പ് രോഗികളുണ്ട്, അംഗവൈകല്യം സംഭവിച്ചവരുണ്ട്, പരസഹായമില്ലാതെ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തവരും പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ കഴിയാത്തവരുമുണ്ട്. റോഡരികിൽ ഭിക്ഷയെടുത്ത് ജീവിക്കുന്നവരുണ്ട്. അവരെല്ലാം അപ്പം നരക ജീവിതം അനുഭവിക്കുന്നത്, പിന്നെ ആളുകൾക്ക് വേദന അനുഭവിക്കുന്നത്, കഷ്ടത അനുഭവിക്കുന്നത്, ദുരിതങ്ങൾ അനുഭവിക്കുന്നത്, മഹാരോഗം വരുന്നത് ഒക്കെ പുച്ഛിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. എത്ര വൃത്തികെട്ടതാണ്. ഇപ്പം ഈ പ്രായത്തിൽ തന്നെ ഇങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം ഇവളെക്കുറിച്ച് വേറെ ആൾക്കാർ പറഞ്ഞു അവിടെ ഷോ ഓഫ് ആണെന്ന് പറഞ്ഞു ക്യാമ്പസിലും. എനിക്ക് ജീവനിൽ ഭയമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് വെറുതെ പറയാ, ചുമ്മാ പറയാ. എവിടെ നിന്നാ പിന്നെ നമ്മൾ പോയിട്ട് എവിടെയും പോയിട്ട് സമരത്തിന് പിന്നെ അവിടെ മുമ്പിൽ നിൽക്കുമ്പം ലാത്തി ചാർജ് വരുമ്പോഴും ഗ്യാസ് പിന്നെ ടിയർ ഗ്യാസ് ഷെല്ല് വരുമ്പോഴും ഒക്കെ അവിടെ നിൽക്കട്ടെ, അത്ര ധൈര്യമുള്ളതാണെങ്കിൽ. വന്നത് യോഗ്യതയുടെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലല്ല, മറ്റ് ചില നീക്കുപോക്കുകൾക്ക് പിന്നെ സന്നദ്ധമായതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് എന്നുള്ളത് BJPക്കകത്തുള്ള യുവമോർച്ചയ്ക്കകത്തുള്ള പല നേതാക്കന്മാരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഉത്തരവാദിത്തപ്പെട്ടവർ, അവരുടെ സംഘടനയ്ക്കകത്ത് ഉള്ളുകളികൾ അറിയുന്നവർ, എൻ്റെ സൗഹൃദത്തിൽപ്പെട്ടവർ, എനിക്ക് വിവരങ്ങൾ തരാൻ പറ്റുന്നവർ പലരും പറഞ്ഞിട്ടുണ്ട്. ഇവരെക്കുറിച്ച് സ്റ്റോറികളൊന്നും പലപ്പോഴും പറഞ്ഞു, അവിടെ പേരേ മറന്നുപോയി. കാരണം ഇമാരി ഈ വൃത്തികളും പറഞ്ഞ് നടക്കണതിൻ്റെയൊക്കെ പേരെന്തെല്ലാം അന്വേഷിച്ചു പോണേ. BJPയിലൊക്കെ നമ്മൾ ബഹുമാനപൂർവ്വം കണ്ടിരുന്ന, ഇപ്പോൾ കണ്ടിരുന്ന ഒരാളാണ് സുഷമ സ്വരാജ്, ഒരു സ്ത്രീ. ഇപ്പോഴും ബഹുമാനപൂർവ്വം കാണുന്ന ഒരാളാണ് നിർമ്മലാ സീതാരാമൻ. അങ്ങനെയുള്ള എത്ര പേരുണ്ട്. എന്നിട്ടാണ് ഈ തോന്നിയാസം പറയണത്. ഇതിനെയൊക്കെ പൊക്കിപ്പിടിച്ച് കൊണ്ടു കിടക്കുക. അത് വേറെ ചില താല്പര്യങ്ങളാ. അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ അങ്ങേ തലക്കിലേക്ക് പോകാൻ തയ്യാറായതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടുള്ള ചില അംഗീകാരങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ഇത് എല്ലാ പാർട്ടിക്കകത്തും ഇങ്ങനത്തെ തകർച്ചയിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണ് നമുക്കൊരു പ്രതീക്ഷ വെക്കാൻ പറ്റുന്നത്? വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ തന്നെ കടന്നു വരുമ്പോൾ തന്നെ ഇമാതിരി തെമ്മടുത്തരം വിളിച്ച് പറയാന്ന് പറഞ്ഞാൽ പച്ചയ്ക്ക് അത് ഏത് പാർട്ടിക്കാർ പറഞ്ഞാലും ഞാൻ എതിർക്കുന്നതാണ്. ഇവർ അപകടകാരിയായിട്ടുള്ള അല്ലെങ്കിൽ ക്രിമിനലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒക്കെ കുഴപ്പമില്ല, പറയാം. അതല്ലാതെ കോടിയേരി ബാലകൃഷ്ണൻ നരകിച്ചു മരിച്ചു. അപ്പം ഈ മണ്ണിൽ അങ്ങനെ അർബുദ രോഗം ബാധിച്ച് നിൽക്കുന്ന 10,000-കണക്കിന് മനുഷ്യരുണ്ട്. RCCയിലൊന്ന് പോയി കാണണം. ഇവിടെ
തലശ്ശേരി റീജിയണൽ ക്യാൻസർ സെൻ്ററിൽ നിന്ന് പോയി കാണണം, വെല്ലൂർ ആശുപത്രിയിൽ നിന്ന് പോയി കാണണം, അപ്പോളയിൽ നിന്ന് പോകണം. അർബുദം ബാധിച്ച് വേദന അനുഭവിക്കുന്ന റേഡിയേഷൻ എന്നൊക്കെ കീമോതെറാപ്പി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും അത് ഭയങ്കരമാണ്. എനിക്കറിയാവുന്ന എത്രയോ പേര് ഇവളുടെയും കുടുംബത്തിൽ ആർക്കെങ്കിലും അങ്ങനെ പറ്റിയിട്ടുണ്ടാവില്ല, ഇവിടെ വീടിനടുത്തുള്ളവർക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല, ഇവിടെ കൂട്ടുകാരികളുടെ അച്ഛനമ്മമാർക്കോ സഹോദരങ്ങൾക്കോ അങ്ങനത്തെ അസുഖങ്ങൾ വന്നിട്ടുണ്ടാവില്ല. എന്ത് മനസാക്ഷി ഇല്ലാതെ സംസാരിക്കണേ. കോടിയേരിയെ വിമർശിക്കാം, മരിച്ചാലും വിമർശിക്കാം, കുറ്റമൊന്നുമില്ല. വിമർശിക്കണ്ടെന്നുള്ള ഒരു അഭിപ്രായം എനിക്കില്ല, ഞാൻ വിമർശിക്കാറുണ്ട്. പക്ഷേ ഇമ്മാതിരി വൃത്തികൾ വിളിച്ച് പറയുന്നതാണ് മനുഷ്യത്തില്ലാത്ത ഭാഷയിൽ സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൂടി അതൊന്നും നിങ്ങളെ കേട്ടു നോക്കിയിട്ട് നിങ്ങൾ പറയാം ഇവരോടൊക്കെ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ചാണകത്തിൽ ചൂല് മുക്കി അടിച്ചു വിടേണ്ട മാതിരിയുള്ള വൃത്തികെട്ട. എന്നിട്ട് ഇവളൊക്കെ ഇനിയിപ്പോൾ നാളെ അടുത്ത കേസ് കൊടുക്കും. സ്ത്രീത്വത്തെ അപമാനിച്ചു, എന്ത് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് അനങ്ങിയ എനിക്കതില്ല. ഇപ്പം പെണ്ണുങ്ങളാണ് മുഴുവൻ കേസ് കൊടുക്കണേ. അവിടെ വന്നിട്ടൊരു കേസും കൂടി ഒന്നുകൂടി കാണിച്ചു തരാം. കോടിയേരി ബാലകൃഷ്ണൻ നരകിച്ച് മരിച്ച പോലെ തന്നെ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അയാൾ നരകിച്ച് തന്നെ മരിക്കുള്ളൂ. കോടിയേരി ബാലകൃഷ്ണൻ നരകിച്ച് മരിച്ച പോലെ തന്നെ പിണറായി വിജയനെ കോടിയേരി ബാലകൃഷ്ണൻ പിന്നെ നരകിച്ച് മരിച്ച പോലെ. ഉമ്മൻചാണ്ടി രോഗബാധിതനായിട്ടാണ് മരിച്ചത്. അർബുദം തന്നെയായിരുന്നു. കോടിയേരിക്കതായിരുന്നു. ഇവരുടെ പാർട്ടിയിൽപ്പെട്ട പല നേതാക്കന്മാർക്കും അത്തരം രോഗങ്ങളുണ്ടായിട്ടുണ്ട്. പ്രമോദ് മഹാജൻ വാജ്പേയിയുടെ സർക്കാരിൻ്റെ സമയത്ത് മന്ത്രിസഭയുടെ ഏറ്റവും വലിയ ബുദ്ധികേന്ദ്രമായിരുന്നു. ഒരുപക്ഷെ പ്രമോദ് മഹാജൻ ആയുസ്സുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹമാകുമായിരുന്നു ഇന്ത്യയുടെ പിന്നീടുള്ള പ്രധാനമന്ത്രി, അല്ലെങ്കിൽ അതുപോലുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്തത്. BJP നിയന്ത്രിച്ച് പിന്നെ പ്രമോദ് മഹാജനായിരുന്നു. സ്വന്തം സഹോദരൻ ഇരുന്ന് വെടിയേറ്റിട്ടാണ് മരിച്ചത്. അവളുടെ പാർട്ടി തന്നെയുള്ള ജയകൃഷ്ണ മാഷ് സ്കൂളിൽ കുട്ടികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് കൈയും കാലും എല്ലാം വെട്ടിമുറിച്ച് ഇതാക്കിയിട്ടാണ് പിന്നെ അങ്ങനെയാണ് മരണപ്പെട്ടത്, കൊല ചെയ്യപ്പെട്ടത്. അങ്ങനെ ഓരോ പാർട്ടിയിലും ഉണ്ടായിട്ടുണ്ട്. നരക്കിച്ചുള്ള മരണം തന്നെയാണ്. അതൊക്കെ അവരെന്തെങ്കിലും പിന്നെ വേണ്ടത് ചെയ്തുകൊണ്ടാണ്. എന്തായിരുന്നാലും ഇത്തരം വൃത്തികെട്ട രാഷ്ട്രീയം ഒരു പെൺകുട്ടിയുടെ വായിൽ നിന്ന് സമീപകാലത്ത് കേരളത്തിലെ വേറെ ഒരു പാർട്ടിയിൽ നിന്നും കേട്ടിട്ടില്ല. മുസ്ലിം ലീഗിൻ്റെ പിന്നെ യുവജന സംഘടനയുണ്ട്, യൂത്ത് ലീഗ്, അവരുടെ വിദ്യാർത്ഥി സംഘടന MSF ഉണ്ട്, DYFI ഉണ്ട്, SFI ഉണ്ട്, യൂത്ത് കോൺഗ്രസ് ഉണ്ട്, KSU ഉണ്ട്. എന്തുകൊണ്ട് ഈ BJPക്കാർ ഈ പെണ്ണിനെയൊക്കെ നിരക്കി നിർത്തണം? അതൊക്കെ കടപ്പാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം എനിക്ക് അത്രയും വാക്ക് ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ തലയ്ക്കലാൻ നിൽക്കണേ. വെറും കാട്ടിക്കൂട്ടലാണ്, ഷോ ഓഫാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധ പിടിച്ചു പറ്റും. ഞാൻ വേഗം ലിഫ്റ്റ് ചെയ്യുന്നുള്ളതാണ്. ലിഫ്റ്റ് ചെയ്യാൻ വേറെ ഞാൻ പറഞ്ഞില്ല, അവിടെ പിന്നെ പലതരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളുണ്ട്. അതിൻ്റെ ബെനിഫിഷ്യറിയാണ്, ഗുണഭോക്താവാണ്. അതെന്താണെന്നുള്ള ഇപ്പം ഞാൻ നിങ്ങളടുത്ത് പറയുന്നില്ല എന്ന് മാത്രം. ഒക്കെ കണ്ടപ്പോൾ എന്നാലും പ്രതികരിക്കണം എന്ന് തോന്നി, അതുകൊണ്ടാണ്. ആ കോടിയേരിയുടെ മക്കൾ ജീവിച്ചിരിക്കും, എല്ലാവർക്കും കേൾക്കുമ്പോൾ എത്ര വേദന ഉണ്ടാവും. ആരെക്കുറിച്ചായാലും ഇപ്പോഴും കഷ്ടപ്പെട്ട് ജീവിതത്തിലും മരണത്തിനും ഇടയിൽ കീമോ ഒക്കെ ചെയ്ത് അതിൻ്റെ വേദന അനുഭവിക്കുന്ന അർബുദ രോഗത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ഇത് കേൾക്കുമ്പോൾ എത്രത്തോളം വേദന ഉണ്ടാവും. അവരൊക്കെ തെറ്റിയതിൻ്റെ ഭാഗമായിട്ടുള്ള ശിക്ഷയാണെന്നല്ലേ പറയണേ ഈ നരകയാതന അനുഭവിക്കുന്നത്. ഇവളൊന്നും പൊളിറ്റിക്സിൽ ഉണ്ടാവാനേ പാടില്ല, ഏതവളാണെങ്കിലും. സൗന്ദര്യമാവരുത് രാഷ്ട്രീയത്തിൽ കടന്നു വരാനുള്ള യോഗ്യത എന്ന പ്രാഥമിക ബോധം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ടാവണം. പ്രത്യേകിച്ചും ABVP-യിലെയും യുവമോർച്ചയിലേക്ക് ഇപ്പോഴത്തെ റിക്രൂട്ട്മെൻറ്റ് സിസ്റ്റത്തിനകത്ത് കുറച്ച് കുഴപ്പങ്ങളുണ്ട്. അതെന്താണെന്നിപ്പോൾ എനിക്ക് ക്യാമറയുടെ മുമ്പിൽ പറയാൻ കുറച്ച് പ്രയാസമുള്ളതുകൊണ്ടാണ്. ഒരു സാമാന്യ മര്യാദയുടെ പേരിൽ പറയാത്തതാണ്. പറയേണ്ടി വന്നാൽ പറയുന്നതിന് യാതൊരു മടിയില്ല. അതിന് പറ്റിയ കുറച്ച് ആൾക്കാരും. ഓക്കെ, എന്നാൽ സിനിമയിലൊക്കെ നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട്, അതേമാതിരി ഇപ്പം